ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പിങ്ക് ടിആർഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ വാക്ക് ഫോർ ജസ്റ്റിസ് നടത്തും. ഓഗസ്റ്റ് 24-നാണ് കണ്ണൂർ നഗരത്തിൽ വാക്ക് ഫോർ ജസ്റ്റിസ് സംഘടിപ്പിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ മേരി ഉമ്മൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന പരിപാടിയിൽ 200ഓളം വനിതകൾ പങ്കെടുക്കും. ഈ സംഭവത്തിൽ ആക്ച്വലി വളരെ ദുരൂഹതകളും അതുപോലെ കെട്ടുകഥകളും അതുപോലെ വളരെ പല പല സത്യങ്ങളും ഉണ്ട്. അതൊരു സത്യമാണ്. മെഡിക്കൽ കോളേജിൽ RG മെഡിക്കൽ കോളേജിലും അതുപോലെ ഈ ഇന്ത്യയിലെ പല പല മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസ്, അത് സർക്കാർ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പല അനീതികളും അതുപോലെ ഉൾക്കളികളും എല്ലാം ഈ ഒരു സംഭവത്തിലൂടെ കൂടുതലായിട്ട് പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിച്ചതായിട്ട് തോന്നുന്നു. ഈ ഒരു സംഭവ സ്ഥലത്ത് നടന്ന അനീതികളും അതുപോലെ വീഴ്ചകളും അതുപോലെ ഈ വിക്ടിമിനോടും അവരുടെ മാതാപിതാക്കളോടും സമൂഹത്തോടും മൊത്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സ്ത്രീ സമൂഹത്തോടും അതിനോട് പ്രതികരിച്ച് ബംഗാളില് ഈ സമയത്തും അന്ന് തൊട്ട് പല പല പ്രകടനങ്ങൾ നടക്കുന്നു, സമരങ്ങളും. ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, ഡോക്ടർ സമൂഹവും അതുപോലെ സ്ത്രീ സംഘടനകളും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ണൂരിൽ പിങ്ക് ടിആർ എന്നുള്ള ഈ ഒരു കളക്റ്റീവ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊട്ടസ്റ്റ് വാക്ക് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് SN പാർക്കിനടുത്ത് നിന്നും ആരംഭിക്കുന്ന വാക്ക് ഫോർ ജസ്റ്റിസ് കവിതാ തിയേറ്റർ, മുനീശ്വരൻ കോവിൽ, സ്റ്റേഷൻ റോഡ്, പ്ലാസ ജംഗ്ഷൻ വഴി ഫോർട്ട് റോഡിലെത്തി തിരിച്ച് SN പാർക്കിൽ തന്നെ സമാപിക്കും. സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടിയിൽ 200ഓളം വനിതകൾ പങ്കെടുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ബംഗാളിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടത് വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നതാണെന്നും ഡോക്ടർ മേരി ഉമ്മൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനൊപ്പം കണ്ണൂരിലെ വനിതകളും ഒത്തുചേരണമെന്ന് ഡോക്ടർ മേരി ഉമ്മൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൺവീനർ ഷമീറ മഷൂദ്, ഡോക്ടർ മഞ്ജുഷ, സ്വപ്ന EK, സുറുമി, ഷിറാജ് എന്നിവർ പങ്കെടുത്തു.